ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണസദ്യക്ക് ഉള്ള ഒരു മെയിൻ ഐറ്റം ആയിട്ടുള്ള തോരൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് നമ്മൾ തോരൻ പലതരത്തിൽ വെക്കും കേട്ടോ. ക്യാബേജ് ക്യാരറ്റ് വെക്കും, പിന്നെ പയർ തോരൻ വെക്കും, അങ്ങനെ പല ബീൻസ് തോരൻ വെക്കും, ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് തോരൻ വെക്കും, അങ്ങനെ പലതരത്തിലുള്ള തോരൻ വെക്കാറുണ്ട്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണ തോരൻ കായത്തൊലി കൊണ്ടും ചെറുപയറും കൊണ്ടുള്ളൊരു ഉപ്പേരിയാണ്, തോരനാണ് കേട്ടോ ഉണ്ടാക്കണത്. നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ തോരൻ ഉപ്പേരി എന്നും പറയും കേട്ടോ. അപ്പം ആ തോരനൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ കായത്തൊലിയും ചെറുപയറും കൂടിയിട്ടുള്ള തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ ആ കായയുടെ തൊലിയാണ് കേട്ടോ. അപ്പോൾ ആ കായത്തൊലിയിൽ കുറച്ച് നല്ലത് നോക്കിയെടുത്തു. കുറച്ച് കറുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതൊന്നും എടുക്കാണ്ട് കുറച്ച് നല്ല തൊലി നോക്കി എടുത്തിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഇപ്പോൾ ഇതേ നന്നായിട്ട് അതൊന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വയ്ക്കും കേട്ടോ. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനായിട്ട് നമ്മൾ വെച്ചു. എന്നിട്ട് അത് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനാവശ്യം ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം മൊത്തം തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ. ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. ചെറുപയർ നമ്മൾ കുതിർത്ത കാരണം ഒരു 2 വിസിലിൽ നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ദേ വെന്ത് വന്നിട്ടുണ്ട്, വല്ലാണ്ട് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഒരു 2 വിസിൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ അത് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കായത്തൊലി ഇട്ട് കൊടുക്കാം. കായത്തൊലി ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇനി ഉപ്പൊന്നും ഇടണ്ട, നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചെറുപയറിന് വേവാനായിട്ട് ഒഴിച്ചതിൽ വെള്ളം ബാക്കിയുണ്ട്. അപ്പം വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കണില്ല. ഇനി ജസ്റ്റ് ഒരു വിസിൽ, കുക്കറിൽ ഒരു വിസിൽ അടിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളതൊന്ന് തുറന്ന് നോക്കി. ഇപ്പോൾ ഇത് കായൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. വല്ലാണ്ട് ഉടഞ്ഞു 2-3 വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ മതി. ഇനി നമുക്ക് ഇതിനുള്ള നാളികേരത്തിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ നാളികേരത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് ജീരകവും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. മിക്സിയിൽ 2 കറക്ക് ഇറക്കിയാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടണം. അതിനായിട്ട് കടുക്, നമ്മുടെ കറിവേപ്പില, ചുമന്ന മുളക്, വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് വറുക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്ന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തു. ഇനി ഗ്യാസ് സിമ്മിലാക്കിയിട്ട് പതുക്കെ അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചെറുപയറും നമ്മുടെ കായത്തൊലിയും കൂടെ വേവിച്ച് വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറുപയറും കായയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ഓണസദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന തോരനുകളിലോ മറ്റു കൂട്ടാനുകളിലോ ഒന്നും ഉള്ളി ചേർക്കാറില്ല കേട്ടോ സാധാരണയായിട്ട്. അപ്പം നമ്മൾ ആ കായത്തൊലിയും ചെറുപയർ കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ആ കായത്തൊലിയും ചെറുപയറും നമ്മൾ വേവിച്ചതിൽ കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ അംശമുണ്ട്. അപ്പം അത് ഒന്ന് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കായത്തൊലി ചെറുപയർ തോരൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് നമ്മുടെ കായത്തൊലി ചെറുപയർ തോരൻ. ഓണത്തിന് നമ്മൾ പല തോരനും വെക്കും കേട്ടോ. അങ്ങനെ തോരൻ അങ്ങനെ ഇന്ന തോരൻ വെക്കണം അങ്ങനെ ഇല്ല. തോരൻ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് തോരൻ വെക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കായത്തൊലി ചെറുപയർ തോരൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.